ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി രുചിയായിട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്ര ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക്. അത് നമ്മൾ മുട്ട ഇല്ലാതാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. മുട്ടയുള്ള കേക്കാണ് കൂടുതൽ രുചിയല്ലേ, പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. മുട്ട ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത് ഞാൻ കടയിൽ നിന്ന് നേരിട്ട് ചോദിച്ച് മേടിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആ റെസിപ്പി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം. ഞാൻ കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു റെഡ് ബി കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ഈ ഒരു കേക്ക് ഫ്രൈ പാനിലാട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഫ്രൈ പാനിൽ ചെയ്തിട്ടും. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം, സാധാരണ നോർമൽ പച്ചവെള്ളം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ ചേർക്കാം. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി, അത് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് ഫുഡ് കളർ, ഞാൻ സൂപ്പർ റെഡ് ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്, ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ഷെഫ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ടും റെഡ് കളർ നല്ല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി റെഡ് കളർ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്താൽ നല്ല കറക്റ്റായിട്ടുള്ള റെഡ് കളർ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അടുത്തത് 1 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കാം. നമ്മൾ തൈര് ചേർത്തത് കൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടെ അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം, ഞാൻ സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി വെള്ളമാണ് ടേസ്റ്റ് കുറവാകുമോ എന്നൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാൽപ്പൊടിയൊക്കെ ചേർത്ത്, അതുകൊണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു. ഇനി പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടിക്ക് പകരം പാല്, നമ്മൾ വെള്ളം ചേർത്തതിന് പകരം പാല് ചേർത്താലും മതിയാവും. അപ്പോൾ അതേ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി. ഞാൻ ഇതിലേക്ക് ഒരു കാര്യം മറന്നു. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ ചേർത്താൽ നല്ല റെഡ് വെൽവെറ്റ് ഒരു കേക്കിൻ്റെ ആ ഒരു ലുക്കൊക്കെ വരത്തുള്ളൂ, ആ ഒരു രുചിയും വരത്തുള്ളൂ. അപ്പോൾ കൊക്കോ പൗഡർ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ മിക്സ് ചെയ്തോളൂ കേട്ടോ. ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് സാധാരണ പാനിൽ ഒഴിച്ചിട്ടും ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു കേക്കാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട എന്ന് വെച്ചിട്ടാണ് ഫ്രൈ പാനിൽ ചെയ്യുന്നത്. ഇനി ഫ്രൈ പാനിൽ ചെയ്യുന്നത് കൊണ്ട് രുചിയില്ലേ എന്നൊന്നും കരുതരുത്, നല്ല രുചി തന്നെ ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ഫ്രൈ പാൻ ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തു. ഇനി ഇതുപോലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ പാൻ വെക്കാൻ, അല്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ ചൂടാവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട, കേക്ക് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് തിക്കായിട്ട് ഒഴിക്കേണ്ട കേട്ടോ. ഞാൻ പറയാം ഞാൻ ഇതിനകത്ത് എത്രയാണ് ഒഴിച്ചതെന്ന്. എനിക്കിപ്പോൾ ഇത്രയും ആവശ്യമായിട്ട് വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. കുറച്ച് ബാറ്റർ അധികം വന്നിട്ടുണ്ട്, ഒരു അല്പം ബാറ്റർ. അതങ്ങോട്ട് മാറ്റിയിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ലെവലാക്കി കൊടുക്കുക, എന്നാലേ ലെവലിന് ഇത് പൊങ്ങി വരത്തുള്ളൂ. ഇതൊരു അല്പം മാത്രമേ അധികം വന്നിട്ടുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. ഇതിപ്പോൾ ഗ്ലാസിൻ്റെ അടപ്പായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ബേക്ക് ആവുന്നത്. എന്തായാലും ഒരു 20 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, അത് മസ്റ്റാണ്. 20 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാൻ ദേ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് പുറത്തെടുക്കാം. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ. അടിയൊന്നും അത്ര കരിഞ്ഞിട്ടില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കേക്ക് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാത്രമൊക്കെ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പോഴത്തേക്ക് അടച്ച് വയ്ക്കാം. അപ്പം അടുത്ത കേക്ക് റെഡിയാക്കണം. വാനില കേക്കാണ് അടുത്തത് റെഡിയാക്കുന്നത്. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാലെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇത് ഇത്രയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ, 1 കപ്പ് എടുത്തിട്ടില്ല. കാരണം നേരത്തെ കേക്ക് ബാറ്റർ അധികം വന്നില്ല, അതുകൊണ്ട് 3/4 കപ്പ് മൈദ മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം, അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം, 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മറ്റേ കേക്കിൽ നമ്മൾ ചേർത്തിട്ടില്ല, പകരം നമ്മൾ തൈര് ചേർത്തല്ലോ. ഇനി ഇത് ഇത്രയും കൂടിയിട്ട് ഒന്ന് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ടൈം നിങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കരുത്. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി കണ്ടാൽ പിന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ലൂസായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ വേറെ മൈദ ഒന്നും അഡീഷണൽ ചേർക്കരുത്. നല്ലപോലെ ആ കട്ടയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കറക്റ്റ് പരുവത്തിൽ ഇത് മിക്സ് ആയിക്കോളും. അതുകൊണ്ട് നിങ്ങൾ അഡീഷണലായിട്ടൊന്നും ചേർക്കല്ലേ. കണ്ട മിക്സായി വന്നപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ കറക്റ്റ് പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പാൽപ്പൊടി വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പാല് ചേർത്താൽ മതി, വെള്ളത്തിന് പകരം പാല് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്തത്. പാൽപ്പൊടി ചേർക്കുന്ന കേക്കിന് ഒരു പ്രത്യേക രുചിയാട്ടോ. നമ്മൾ മുട്ടയൊന്നും പ്രത്യേകിച്ച് ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ പാൽപ്പൊടി തന്നെ ചേർത്തത്. അപ്പോൾ അതേ കേക്ക് ബാറ്റർ റെഡിയായി. ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. നേരത്തെ ബേക്ക് ചെയ്ത അതേ മെത്തേഡിൽ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ വാനില കേക്ക് നമ്മളൊരു സൈഡിൽ വെച്ചു. അടുത്തതായിട്ട് നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ പാനിലായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിലും എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കൊരു അര കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ വീട്ടിലെ ഉണ്ടാക്കത്തുള്ളൂ, പുറത്തുനിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് മേടിക്കാറേ ഇല്ല. നമ്മുടെ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിൽ ആ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. എനിക്ക് 2 ചാനൽ ഉണ്ട് കേട്ടോ. സുമീസ് വ്ളോഗും ഉണ്ട്, സുമീസ് ടേസ്റ്റി കിച്ചനും ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ യൂട്യൂബിൽ സുമീസ് ടേസ്റ്റി കിച്ചൻ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് സെർച്ച് ചെയ്താൽ ആ ഒരു വീഡിയോ കാണാം കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഒരുപാട് പൈസയും ആവില്ല. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മൈദ ഒന്ന് അരിച്ചിട്ട് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് മൈദയെ ഈ ഒരു കേക്കിന് എടുത്തിട്ടുള്ളൂ, ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ നമുക്കിതിലേക്ക് ചേർക്കണം. ഞാൻ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ, നല്ലൊരു കൊക്കോ പൗഡറാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടിയിട്ട് അരിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യവേ തന്നെ നമുക്കിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കണം. പാല് കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. എത്ര പാലാണ് ഒഴിച്ചതെന്ന് ഞാൻ പറയാം കേട്ടോ. ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചത് ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ, അതായത് 6 ടേബിൾ സ്പൂൺ പാലൊഴിച്ചാണ് ഞാനിതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ബേക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചോക്ലേറ്റ് കേക്കും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി നമുക്ക് മെല്ലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ. മേളൊന്ന് വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും വേവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ, അടിഭാഗം ക്രിസ്പായിട്ട് പോവും. അതുകൊണ്ട് 3 കേക്കും മുകളൊന്ന് വെന്ത് കഴിഞ്ഞാൽ അങ്ങ് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ സൈഡിൽ നിന്നൊന്ന് വിട്ട് ഇതൊന്ന് എടുക്കണം. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. കേക്കൊക്കെ വേവിച്ച് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കറക്റ്റ് നല്ല തണുപ്പുള്ള 1 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ച് നല്ല ഫൈനായിട്ട് പൊടിച്ചതാണ് ചേർത്തത്. ഞാനിപ്പം ഐസിങ് ഷുഗർ വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഐസിങ് ഷുഗറാണ് ബെസ്റ്റ്. ഇപ്പം കോൺഫ്ലോർ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഐസിങ് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ ലൂസ് ആവില്ല, നമ്മുടെ ക്രീം ലൂസ് ആവത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഇത് പിന്നെ ഈ ഒരു ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ച് ചേർത്തപ്പോൾ
ചെയ്യുമ്പോൾ പെട്ടെന്ന് ലൂസ് ആവുന്നില്ല. കൊള്ളാം കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പം വിവോയുടെ മറ്റേ ക്രീമല്ല, ഈ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. എനിക്കൊരുപാട് ഇഷ്ടമായി. ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ നല്ല സ്റ്റിഫ് പീക്കായിട്ട് കിട്ടും. അത്രയും ആവുന്നവരെ ബീറ്റ് ചെയ്താലേ നമ്മുടെ ക്രീം ഐസിങ് ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നേരെ ഫ്രിഡ്ജിൽ വെക്കാം. കേക്കിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം പുറത്തെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, ഈ സമയത്ത് തന്നെ നിങ്ങൾ ഷുഗർ സിറപ്പ് കൂടിയിട്ട് റെഡിയാക്കി വെക്കുക. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുക്കുന്നതാണ് ഷുഗർ സിറപ്പ്. അത് കംപ്ലീറ്റ് ചൂടാറിയിട്ടേ നമ്മൾ കേക്കിൽ ഒഴിക്കാറുള്ളൂ. ആ ഷുഗർ സിറപ്പ് ഒഴിച്ചാൽ മാത്രമേ കേക്ക് നല്ല രുചികരമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 കേക്ക്. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ഇതുപോലെ ഏതെങ്കിലും കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ലെവലായിട്ട് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. കണ്ടോ, നല്ല ഒരു തിക്നെസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഷേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ബൗളില്ലേ, നല്ല വലിപ്പമുള്ള ബൗൾ വെച്ചിട്ടും ഒരു കത്തി വെച്ചിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് ലെവലാക്കി എടുത്താലും മതി കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ അടപ്പോ ഇതുപോലുള്ള അടപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 3 കേക്കും കട്ട് ചെയ്ത് ബാക്കി പീസ് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് ഈ 3 കേക്കും ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സാധാരണ നോർമലായിട്ടുള്ള ഐസിങ് ആണ്. ഫസ്റ്റ് ലെയർ വെക്കുക, ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുക, എന്നാലേ കേക്ക് സോഫ്റ്റ് ആവൂ. നല്ല തണുപ്പായിട്ടിരിക്കുന്ന ഷുഗർ സിറപ്പാണ് ഞാൻ ഒഴിക്കുന്നത്. തിരിച്ച് വെക്കണം കേട്ടോ. കേക്ക് നമ്മൾ മുകൾ ഭാഗം അടിയിൽ വരണം. ഇങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ ഷുഗർ സിറപ്പ് ഇതിലേക്ക് പെട്ടെന്ന് താന്ന് പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഫുള്ളായിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. ഈ കേക്ക് റെഡിയാക്കിയ പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ അടുത്തടുത്ത കേക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് നേരെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. കേക്ക് നല്ലപോലെ തണുപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കരുത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് ഗനാഷ് റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഫ്രീസറിൽ ഒരു 20 മിനിറ്റോളം വെക്കുകയാണെങ്കിൽ ഇതൊന്ന് നല്ലപോലെ തണുത്ത് കിട്ടും. നല്ലപോലെ ഈ ക്രീം തണുക്കണം. ഇതിൻ്റെ മുകളിൽ വേണം ഗനാഷ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തു. ഇത് നേരെ നമുക്കിനി ഫ്രീസറിൽ ഒരു 20 മിനിറ്റോളം വെക്കാം. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നിങ്ങൾ 2 ബൗൾ എടുക്കുക. ബൗളിൽ ഒട്ടും നനവ് കാണരുത്. നനവുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് കിട്ടത്തില്ല. ഒരെണ്ണത്തിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് 100 ഗ്രാം, 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്, ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ നമ്മൾ കേക്കിന് യൂസ് ചെയ്യുന്ന അതേ വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുകയാണെങ്കിൽ നല്ല ഗ്ലേസ് കിട്ടും. ഇത് കാണാനായിട്ട് നല്ലൊരു ഗ്ലേസിംഗ് ആണ്. ഇനി അടുത്തത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് വേണം. ഒരു 20 ഗ്രാം, ഇത്രയും വേണ്ടി വരില്ല കേട്ടോ, ബാലൻസ് വരത്തേ ഉള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് അനുസരിച്ചിട്ട് ചിലപ്പം ചില ചോക്ലേറ്റ് മെൽറ്റ് ആവാൻ ഭയങ്കര പാടാണ്. അതിന് കൂടുതലായിട്ട് ക്രീം ചേർക്കേണ്ടി വരും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബട്ടർ. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം.
മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു കലത്തിലേക്ക് വെള്ളം വെച്ചു. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ വെള്ളം തെറിച്ച് ഇതിലേക്ക് വീഴില്ല. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഇത് ചൂടായിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ മിക്സ് ചെയ്യാവൂ. അപ്പോഴും മാത്രമേ നന്നായിട്ട് ഇത് മെൽറ്റായിട്ട് വരത്തുള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ സ്പൂണിൽ പോലും വെള്ളം ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റായിട്ട് വരത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൽ നിന്നും ഞാനൊരു 2-3 ടീസ്പൂൺ അളവിൽ മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് റെഡ് കളർ ചേർത്ത് ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഞാനൊന്ന് മാറ്റിയിട്ടുള്ളത്. ഇത്രയും വേണ്ടി വരത്തില്ല കേട്ടോ, ഞാൻ കുറച്ചങ്ങ് അധികമായി പോയി. ഇതിലേക്ക് നമുക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ഗ്ലേസിന് കാണാനൊരു ലുക്ക് കിട്ടത്തില്ല. കുറച്ചൊന്ന് ചൂടാറട്ടെ. ഈ റെഡ് കളർ ചേർത്തത് കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു ടിന്നിലേക്ക് ഒരു കട്ടിയുള്ള ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗനാഷ് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ആവും. ഇതാകുമ്പോൾ ആ ഒരു ടിന്നിൽ തന്നെ അങ്ങ് കിടക്കുമല്ലോ ബാക്കി. ഇനി നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചെറിയ ചൂടോടുകൂടി, ചെറിയെന്ന് പറഞ്ഞാൽ ചൂടുണ്ട്, ചെറുതായിട്ട് ചൂടാറിയതേ ഉള്ളായിരുന്നു. ആ ചൂടോടുകൂടി ഒഴിച്ചാലേ കാണാൻ ലുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കേക്ക് നല്ല തണുപ്പുള്ളതായിരിക്കണം എന്ന് പറഞ്ഞത്. കേക്ക് നല്ല തണുത്തിരിക്കുകയാണെങ്കിൽ ഇത് ഒഴിക്കുമ്പം നമ്മുടെ കേക്കിൻ്റെ ക്രീം മെൽറ്റ് ആവത്തില്ല. നല്ല തണുപ്പുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് ഒഴിച്ചത് പെട്ടെന്ന് കട്ടിയായിട്ട് ഇതിലങ്ങ് സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് റെഡ് കളർ ചേർത്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ചെറിയ ചൂടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. കണ്ടോ, ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ലാസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യല്ലേ, ജസ്റ്റ് ഒന്ന് മുകളിൽ നമുക്കിതുപോലെ എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ അങ്ങ് ചുറ്റിച്ചൊക്കെ അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഈ താഴെ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കുറച്ചുകൂടി വേണമായിരുന്നു, കാരണം ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് തികയാതിരുന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു 110 ഗ്രാമൊക്കെ ചോക്ലേറ്റ് എടുത്തോളൂ. ഇത്രയും തന്നെ മതിയായിരുന്നു, കാരണം ഞാൻ റെഡ് കളർ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് മാറ്റിയില്ല, അത് തോനെയായിപ്പോയി. അതുകൊണ്ടാണ് അത് രണ്ടും ബാലൻസ് കുറേ വന്നു. അപ്പോൾ അതേ മെല്ലെ കേക്ക് പൊക്കിയെടുത്ത് നമുക്ക് ടിന്നിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ഇതിലെ ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള റെഡ് ബി കേക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഞാൻ കേക്ക് ഫുള്ള് ഞാൻ 20 മിനിറ്റ് അല്ല കേട്ടോ ഫ്രീസറിൽ വെച്ചത്. ഞാൻ തലേന്ന് ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിറ്റേന്ന് എടുത്തിട്ടാണ് കേക്കിൻ്റെ മേളിൽ ഇതെല്ലാം ഒഴിച്ചത്. അതുകൊണ്ട് തന്നെ കേക്ക് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഫ്രീസറിലാണ് വെച്ചെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. എന്നാലേ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, നല്ല അടിപൊളി ലുക്കായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി റെഡ് ബി കേക്കാണിത്. ഞാൻ കടയിൽ വില ചോദിച്ചപ്പം 900 രൂപ എന്നാണ് അവിടെ പറഞ്ഞത്. ഓരോ കടയിലും ഓരോ റേറ്റ് ആണ്. അപ്പോഴേ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.